ജോബിനെ 18 വർഷമായി അറിയാം. ജോബ് അടുത്ത സുഹൃത്താണ്. അവൻ്റെ സംഗീതത്തോടുള്ള ഡെഡിക്കേഷൻ, പാഷൻ ഇതെല്ലാം അന്ന് തൊട്ടേ എല്ലാവർക്കും അറിയാം. എല്ലാവരും അതിനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. എല്ലാ കാര്യത്തിനും അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പുറത്ത് ട്രിപ്പിന് പോകാനാണെങ്കിലും ഫുഡിങ്ങിനും എല്ലാ കാര്യത്തിലും. പക്ഷേ സംഗീതം വിട്ടുള്ള ഒരു പരിപാടിക്ക് അവൻ ഇല്ല. ഫോർ എക്സാമ്പിൾ, അന്ന് തൊട്ടേ അവൻ തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല. പാല്, തൈര് അല്ലെങ്കിൽ ഐസ്ക്രീംസ് ഇതൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ വളരെ കൺട്രോൾഡായിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു അന്ന് തൊട്ടേ അവൻ. പിന്നെ മനസ്സിൽ വരുന്ന വേറൊരു കൗതുകരമായിട്ടുള്ള കാര്യം, അവൻ്റെ ഫൈനൽ ഇയർ പ്രൊജക്റ്റിൻ്റെ സമയത്ത്, ഫൈനൽ ഇയർ ജൂറിയുടെ സമയത്ത് അവൻ്റെ ഫൈനൽ തീസിസ് പ്രസൻറ്റേഷൻ നടക്കാൻ കൂടെയുള്ള 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുടെ ടേൺ കഴിഞ്ഞിട്ട് അവനോട് ജൂറി ചോദിച്ചത് ഒരു പാട്ട് പാടാനായിരുന്നു. ആ സംഭവം നീ ഓർക്കുന്നില്ലേ? അത് ഞങ്ങളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ചിട്ട് നീ വിവരിച്ചത് നന്നായിരിക്കും. ജോബിൻ്റെ സുഹൃത്താണ്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ്. അതെ, എൻ്റെ അത് പറഞ്ഞപ്പോൾ പിന്നെ ജോബിന്റെ മുഖത്തൊരു ഒരു ചമ്മല്. വളരെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നൊരു ധാരണ ഉണ്ടായില്ല ഇപ്പം. പെട്ടെന്ന് അടിച്ചു. അല്ല, പുള്ളി എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് സീനിയറാണ്. അപ്പം ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്ന വൈവയ്ക്ക് പ്രസൻറ്റേഷൻ സമയത്ത് ഇപ്പം നമുക്ക് ഈ പറയുന്ന പ്രോജക്റ്റിൻ്റെ സൈഡിലോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പാസ്സാകണം എന്നൊക്കെ ഉള്ളതാണ് ഉദ്ദേശം. പക്ഷേ ആക്സിഡൻ്റലി പെട്ടെന്ന് നമ്മുടെ ക്ലാസ് പ്രൊഫസർ തന്നെ പറഞ്ഞു, ഹീസ് ഗുഡ് സിംഗർ എന്ന് പറഞ്ഞ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എക്സ്റ്റേണൽ വൈവ എടുത്ത്. ഓ യാ ഇസ് ഇറ്റ് അന്നോ സിംഗ്. എക്സ്റ്റേണൽ വൈവാണ്. ആ പാടെ ടെൻഷൻ അടിച്ചിട്ട് എന്താ ഇതേ അവസ്ഥയാണ്. ടെൻഷൻ്റെ നടുക്ക് നിൽക്കുക. അപ്പോൾ പക്ഷേ ഞാൻ റഫി സാബിൻ്റെ ഒരു പാട്ട് അവർക്ക് വേണ്ടി അന്ന് പാടിയിരുന്നു. കുറച്ച് മാർക്കൊക്കെ എക്സ്ട്രാ വന്നോ എന്നൊരു ചെറിയ സംശയമുണ്ട്. പാട്ട് പാടി വൈവ നടന്ന ആളാണ്. വൈവ കുറച്ച് കൂടുതൽ. ഏത് പാട്ടാണ് പാടിയത്? ചൗദവി കാ ചാന്താണെന്നാണ് എൻ്റെ ഓർമ്മ. चौदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. चौदवी का चांद हो. വെറുതെ അല്ല വൈബ കടന്നു പോയത്. ഈ പാട്ടില്ലായിരുന്നപ്പോ പരീക്ഷ തോറ്റേനെ. തട്ടി കൂടിയാണ്. പക്ഷേ കുറച്ച് മാർക്ക് കൂടുതൽ വന്നു. ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ കുറച്ച് പാട്ടും കൂടി ഇനി പഠിക്കണം. ഇനി ജോബിന്റെ ഒരു ഏടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്.